കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി എക്സൈസ് സഹകരണ മന്ത്രി എം ലിജു കൂടിക്കാഴ്ച നടത്തി. ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ഡ്രെയിനേജ് സംവിധാനം ഒരുക്കാനുള്ള എസ്റ്റിമേറ്റും കൂടിക്കാഴ്ചയിൽ കൈമാറി. കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപ്പാത നിർമ്മിക്കണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു ആവശ്യപ്പെട്ടു. ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ഡ്രെയിനേജ് സംവിധാനം ഒരുക്കാനുള്ള എസ്റ്റിമേറ്റും കൂടിക്കാഴ്ചയിൽ കൈമാറി. ഉയരപ്പാത നിർമ്മിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ദേശീയപാത അതോറിറ്റിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായി മന്ത്രി പറഞ്ഞു. നിലവിലെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുമ്പോൾ കായംകുളം നഗരം രണ്ടായി വെട്ടിമുറിക്കപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച നടന്നത്. ആലപ്പുഴ ജില്ലയിൽ ദേശീയപാത 66ന്റെ ഇരുവശങ്ങളിലും ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട ഡീവിയേഷൻ റോഡുകളുടെ പുനർനിർമ്മാണം നടത്തുന്നതിനുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് തയ്യാറാക്കിയ 122.25 കോടി രൂപയുടെ എസ്റ്റിമേറ്റും മന്ത്രി കേന്ദ്രമന്ത്രിക്ക് കൈമാറി. കായംകുളം നഗരത്തിലെ ഷഹീദാർ ജുമാ മസ്ജിദ് മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെയുള്ള NH 66ന്റെ 2.2 കിലോമീറ്റർ ഭാഗത്ത് ഉയരപ്പാത നിർമ്മിക്കണം എന്നതാണ് ജനകീയ ആവശ്യം. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി പ്രധാന വാണിജ്യ സ്ഥാപനങ്ങളും പാർപ്പിട മേഖലകളും സർക്കാർ ഓഫീസുകളുമുണ്ട്. എന്നാൽ നിലവിൽ നിർദ്ദേശിച്ചിട്ടുള്ള മണ്ണ് നിറച്ച RE മതിൽ വഴിയുള്ള ഹൈവേ നിർമ്മാണം നഗരത്തെ രണ്ടാക്കി വെട്ടിമുറിക്കുകയും ഇത് ജനങ്ങളുടെ യാത്രയെയും ദൈനംദിന ജീവിതത്തെയും കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കുമെന്നും എം ലിജു കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. ഈ പ്രദേശത്ത് മണ്ണ് വളരെ ബലഹീനവും മൃദുവായതുമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് ആശങ്കയുണ്ട്. എന്നാൽ തൂണുകളിൽ നിർമ്മിക്കുന്ന മേൽപ്പാലം കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ തമ്മിലുള്ള ഗതാഗതം സുഗമമാക്കും എന്ന് മാത്രമല്ല കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമായ യാത്രാ സൗകര്യം ഉണ്ടാക്കുകയും ചെയ്യുമെന്നും മന്ത്രി എം ലിജു പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.